സ്ഥലയിൽ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായെന്ന മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ക്രൂര ബലാത്സംഗത്തിനിരയായെന്ന ജീവനക്കാരന്റെ പരാതിയിൽ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ധർമ്മസ്ഥല പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. തെളിവുകൾ സഹിതമാണ് ശുചീകരണ തൊഴിലാളി കോടതിയിൽ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, 1995 മുതൽ 2014 വരെ നടന്ന കൂട്ടക്കൊലപാതകങ്ങൾ, ഇവിടെ വർഷങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് വെളിപ്പെടുത്തലുമായി ഈ ജീവനക്കാരൻ രംഗത്തെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലം ഏതെന്ന് കണ്ടെത്തണം. അവിടെ ഈ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയണം. കൊലയാളി ആരെന്നറിയണം. പോലീസിന്റെ നിലവിലെ അന്വേഷണം എങ്ങനെയാണ്? ടോമെ, ഇന്ന് രാവിലെ ധർമ്മസ്ഥല പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ കാര്യത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതായത് ബൽത്തങ്ങാടി കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ സംഭവം അന്വേഷിക്കാൻ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും നിലവിൽ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ കുടിച്ച് പരിശോധിക്കാനാണ് പോലീസിന്റെ ഒരു നീക്കം. അത് എന്നത്തേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ചയോടുകൂടി അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ്. ഈ പരാതിക്കൊപ്പം ഈ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ കുടിച്ചിട്ട ഒരു സ്ഥലം, ആ സ്ഥലത്ത് രഹസ്യമായി പോയി അവിടെയുള്ള ചിത്രങ്ങൾ അത് ഈ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ പരാതിക്കൊപ്പം അത്രത്തോളം വിശ്വസനീയമായ രീതിയിലാണ് ഈ പരാതിയുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ നാട്ടുകാരായ ആളുകളും വലിയ തോതിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ ശുചീകരണ തൊഴിലാളിക്കൊപ്പം നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പുറത്തുകൊണ്ടുവരുന്ന ആവശ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ഗൗരവമായ വിഷയമായി ഇത് മാറുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 20 വർഷത്തിനിടെ നടന്ന 100ഓളം അതിക്രൂരമായ കൊലപാതകങ്ങൾ, 10 വർഷത്തിനിപ്പുറം ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നു. ഇതിലാണ് ഈ അന്വേഷണം നടക്കേണ്ടത്. എന്തായാലും ഇതിൽ നിർണായകമാവുക ഈ ശുചീകരണ തൊഴിലാളി അയാൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നതാണ്. ഏതായാലും ഇതിൽ ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നതിൽ പ്രധാനമായും പറയുന്നത് സ്ത്രീകളാണ് ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടുള്ളവരിൽ ഏറെയുമുള്ളത്. അതും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വരെയുണ്ട്. അത് വളരെ പൈശാചികമായ രീതിയിലായിരുന്നു ഇവരെ കൊലപ്പെടുത്തിയെന്നും ഈ വെളിപ്പെടുത്തലുമായി കൂട്ടി വായിക്കുമ്പോൾ 2012 സൗജന്യ എന്ന +2 വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസ് കൂടി പരിശോധിക്കേണ്ടതല്ലേ? അന്ന് ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതാണ്. സംഭവത്തിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ആ കേസ് പൂർണ്ണമായും വഴിതിരിച്ചുവിടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വിശദമായി പരിശോധിച്ചാൽ ഈ സൗജന്യയുടെ കൊലക്കേസിലും ഇവർക്ക് പങ്കുണ്ടെന്ന് സംശയിക്കണോ? തീർച്ചയായും ടോമെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2012 ഒക്ടോബർ 9 അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സൗജന്യ എന്ന +2 വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ തന്നെ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. അത്രത്തോളം വളരെ സങ്കടകരമായ രീതിയിലായിരുന്നു ആ മൃതദേഹമെന്ന്. അത് അടിവസ്ത്രം പോലും ഇല്ലാതെ സ്കൂൾ യൂണിഫോമിൽ, സ്കൂൾ ബാഗ് ഉൾപ്പെടെയായിരുന്നു ആ കുട്ടിയെ കണ്ടെത്തിയിരുന്നത്. വലിയ തോതിൽ ബലാത്സംഗത്തിന് ഇരയാക്കി ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു കണ്ടെത്തിയത്. എന്നാലും ആ കാര്യത്തിൽ കൂടി അന്വേഷണം വേണമെന്ന ഇവരുടെ മാതാപിതാക്കളും ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ CBI ഒക്കെ അന്വേഷിച്ച വലിയ തോതിൽ പ്രതിഷേധമുണ്ടായ ഒരു കേസാണ്. ആ കേസിൽ കൂടി ഇപ്പോൾ അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം വരുന്നുണ്ട്. ഇതിലൊരു ചർച്ച ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. ഇതിലൊരു പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ കോടതി ഇയാളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഈ കുടുംബം വ്യക്തമാക്കിയിരുന്നു ഇയാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല, ഇത് മറ്റു തരത്തിലുള്ള കൊലപാതകമാണ്, മറ്റു ആൾക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഈ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് അതൊന്നും ചെവികൊള്ളാൻ തയ്യാറായില്ല. ഇയാളെ പ്രതി ചേർക്കുകയായിരുന്നു. പിന്നീട് കോടതി അയാളെ വെറുതെ വിടുന്ന സാഹചര്യമാണ്. ആ കേസിൽ കൂടി അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ പറയുന്ന സാഹചര്യമുണ്ട്. അത് ഈ ശുചീകരണ തൊഴിലാളി ഇതിൽ കൃത്യമായി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു സംഭവം ദൃക്സാക്ഷിയാണ്, താനും ദൃക്സാക്ഷിയാണ്. ഏതായാലും ഇതിൽ സൂപ്പർവൈസർമാരെയാണ് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടത്. ആ സൂപ്പർവൈസർമാരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇത് ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തിയത്, ഹീനമായ പ്രവൃത്തി നടത്തിയത്, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. ഏതായാലും പോലീസ് വളരെ രഹസ്യമായാണ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. ഒരു സമയത്ത് പോലീസ് ഒന്നും ചെയ്തില്ല. പരാതി നൽകിയപ്പോൾ
അതൊന്നും അന്വേഷിക്കാൻ തയ്യാറായില്ല. അങ്ങനെയുണ്ടായ ഒരു സംഭവമാണ്. അതിലാണ് ഇപ്പോൾ കോടതി ഇടപെടലിലൂടെ പോലീസ് അന്വേഷണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസ് ഒന്നും തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇതിൽ വൈകാതെ തന്നെ ഈ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ട സുരക്ഷ നൽകും. പ്രത്യേകിച്ച് പോലീസ് സുരക്ഷ നൽകണം, എന്നാൽ മാത്രമേ താൻ രംഗത്ത് വരൂ എന്നാണ് അദ്ദേഹം ആ ഒരു കത്തിൽ വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ സുരക്ഷ നൽകിയത്. എന്തായാലും മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ അതായത് 1995 മുതൽ 2014 വരെയുള്ള കാലയളവിലെ 19 വർഷ കാലയളവിനിടെ 100ഓളം പെൺകുട്ടികളും യുവതികളും അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിരുന്നു. ആരാണ് കൊല്ലപ്പെട്ടതെന്നും ഈ കൊലയാളികളെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്.